മനഃപൂർവ്വം മുക്കി. അതെ, ആ ഒരു സെന്റൻസ് പൂർവ്വം മുക്കി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു 3 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. എനിക്ക് അവരോട് വളരെ സഹതാപവും സങ്കടവും ഒക്കെ ഉണ്ട്. കാരണം ഒരുപക്ഷെ ഈ പെൺകുട്ടികൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവരെ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകളും എടുത്ത് ഉപയോഗിക്കുകയാണ്. ഞാനൊരു ദിവസം സരിനെ വിളിച്ചു. അപ്പൊ സരിനെ വിളിച്ചപ്പോ സരിൻ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനകം നിങ്ങൾക്കുള്ളത് ഞങ്ങള് ഉറപ്പായിട്ടും തന്നിരിക്കും. അവരെ അതിജീവിതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കടന്ന കൈയാണ്. അത് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ കൺവിക്ട് ചെയ്താൽ അതിജീവിതകൾ എന്ന് നമുക്ക് പറയാം. അതുവരെ ഇവര് പരാതിക്കാരാണ്, കംപ്ലൈനൻസ് ആണ്. അപ്പൊ ഈ ഒരു ഇങ്ങനെ വ്യാജ പരാതികൾ വരുന്നത് കൊണ്ട് സത്യത്തിൽ അതിജീവിതമാരാകുന്ന അല്ലെങ്കിൽ ന്യായവും നീതിയും ഒക്കെ നിഷേധിക്കപ്പെടുന്ന പീഡനത്തിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങൾക്കോ ഒക്കെ ഈ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നൊരു വലിയ സത്യമാണ് ഞാൻ ആ പോസ്റ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അവര് എല്ലാവരും മാരീഡ് വിമനാണ്. അതെ. അപ്പോൾ ഒരു മാരീഡ് വുമണിന് ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് കൊടുത്ത് അവരെ പറ്റിച്ചു എന്ന് പറയുന്നത് ഒരു പരിഹാസ്യമാണ് സർ. ഈ ലോസ് മെന്റ് ടു പ്രൊട്ടക്ട് വിമനെ വെപ്പണൈസ് ചെയ്യുന്നതിനെതിരെ നിശിതമായി ഇതുപോലത്തെ പരാതിക്കാരെ വിമർശിച്ച കേസുകൾ ധാരാളമുണ്ട്. ഇത് പൊളിറ്റിക്കലി ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒന്ന് നിശബ്ദയാക്കാനും ഈ കേസിനപ്പം സുപ്രീം കോടതി വക്കീലിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തയാക്കുമ്പം ശബരിമല കേസും മറ്റു കേസുകളും ഒക്കെ അതിലൊന്നും മുങ്ങി താഴുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത കാര്യമാണ്. അല്ലാതെ അവരെ അറസ്റ്റ് ചെയ്താൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ ലംഘനമായി. മാത്രമല്ല 7514 എന്ന് പറയുന്ന സെക്ഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ സെക്ഷൻ നിൽക്കത്തില്ല. സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ അതിജീവിതയെ അപമാനിച്ചു എന്ന തരത്തില് ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അതിജീവിത വീണ്ടും ഒരു പരാതി കൊടുത്തു ദീപ ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ സുപ്രീം കോടതി അഭിഭാഷകയ്ക്കെതിരെ. അതുമായിട്ട് സംബന്ധിച്ച് നമ്മളൊരു ചർച്ച ഇതിനകം തന്നെ ചെയ്തതാണ്. പക്ഷേ ഇതിൽ അഡ്വക്കേറ്റിന്റെ വാദം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇവിടെ അതിജീവിതയുടെ മാന്യതയാണോ അതോ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും മാമിന്റെ ഒരു അഭിപ്രായം കൂടി കേൾക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനും ലീഗൽ കൺസൾട്ടന്റുമായിട്ടുള്ള ജയചന്ദ്രൻ രാമചന്ദ്രൻ സാർ ആൻഡ് ഈ കേസിന്റെ പ്രധാന കക്ഷി ഇതായിട്ടുള്ള ദീപ ജോസഫ്, സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫ്, അഡ്വക്കേറ്റ് ദീപ ജോസഫ്. രണ്ടുപേർക്കും സ്വാഗതം. ഓക്കെ, മാമിനോട് തന്നെ ആദ്യം ചോദിക്കട്ടെ. മാം, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പുറത്ത് വന്ന വിഷ്വൽസ് കണ്ടതാണ്. അതിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു കടന്നുകയറ്റം ഒരു അതിര് വിട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിജീവിത പരാതി കൊടുത്തിരിക്കുന്നത് അവരെ രതിജീവിത എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, മൃതദേഹത്തിനോട് കാണിക്കേണ്ട ഒരു ഇതുപോലും കാണിക്കുന്നില്ല, അത്തരത്തിലുള്ള കുറച്ച് പരാമർശങ്ങളുമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മാം അവിടെ സംഭവിച്ചത്? അശ്വതി, നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി എനിക്ക് ഈ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ല. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞ കുറെ കാര്യങ്ങള്, അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്ന് പലരും എന്നെ വിളിച്ചറിയിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് പച്ചയായ കുറെ സത്യങ്ങള്, സ്ത്രീകൾ നിയമം എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു പുരുഷനെ എങ്ങനെയാണ് സമൂഹത്തിൽ ബലിയാടാക്കുന്നത് എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഞാൻ 2025 നവംബർ മാസം 27-ാം തീയതി രാവിലെ 7 മണിക്ക് ഒരു പോസ്റ്റ് ഇടുന്നത്. അതില് ആരുടെയും പേരുകളില്ല, ആരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തത്തക്ക വിധത്തിലുള്ള ഒന്നും, ആരിലേക്കും എത്തത്തക്ക വിധത്തിലുള്ള ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അത് ഈ ലോകം മുഴുവൻ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് താനും. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല്, നമ്മള് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകട്ടെ, ഒരു സംഘടനയുടെ ഭാഗമാകട്ടെ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെയോ എന്തിന്റെ തന്നെ ഭാഗമായാലും നമുക്കൊരാളെ നശിപ്പിക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി, ഒരു വ്യാജ കേസ്. അത്
പ്രത്യേകിച്ച് അത് പീഡനമാകുമ്പോൾ, അത് റേപ്പൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ ആദ്യം അറസ്റ്റ് ദെൻ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ്. അപ്പോ മറ്റ് രാജ്യങ്ങളിലൊക്കെയാണ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ദെൻ അറസ്റ്റ്. അപ്പൊ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പുരുഷന് അത് വ്യാജ പരാതി ആയാലും ശരിയായുള്ള പരാതി ആയാലും ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പുരുഷൻ തന്റെ സത്യാവസ്ഥ തെളിയിക്കുക എന്നുള്ളത് ഒരു വലിയ കടമ്പ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇങ്ങനെ വ്യാജ പരാതികൾ വരുന്നത് കൊണ്ട് സത്യത്തിൽ അതിജീവിതമാരാകുന്ന അല്ലെങ്കിൽ ന്യായവും നീതിയും ഒക്കെ നിഷേധിക്കപ്പെടുന്ന പീഡനത്തിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങൾക്കോ ഒക്കെ ഈ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നൊരു വലിയ സത്യമാണ് ഞാൻ ആ പോസ്റ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊരു വൈരാഗ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെയോ ഭാഗമായിട്ടാണ് എന്റെ പേര് അതിലേക്ക് വലിച്ചെഴുത്തത്. അപ്പോ എന്നെ വിശേഷിപ്പിക്കാൻ ധാരാളം കാര്യങ്ങളുള്ള സ്ഥിതിക്ക് അതൊന്നും പറയാതെ രാഹുൽ മാങ്കൂട്ടം കേസിൽ അതിജീവിതയെ അവഹേളിച്ച കേസിലെ പ്രതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, രതിജീവിതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ കേസിലേക്ക് കൊണ്ടുവന്നത്? അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുട്ടിയോട് ഏത് കുട്ടിയാണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു 3 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. എനിക്ക് അവരോട് വളരെ സഹതാപവും സങ്കടവും ഒക്കെ ഉണ്ട്. കാരണം ഒരുപക്ഷെ ഈ പെൺകുട്ടികൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവരെ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകളും എടുത്ത് ഉപയോഗിക്കുകയാണ്. ആ കുട്ടി ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്നെ നിങ്ങൾ ഇതിലേക്ക് വീണ്ടും ഇതല്ലാതെ എന്തിനാണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഈ കൊച്ചുമായിട്ട് കണക്ട് ചെയ്ത് ആ കുട്ടിയെ വീണ്ടും വീണ്ടും സമൂഹത്തിൽ മോശമാക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. എനിക്കിപ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് തോന്നുന്നത്. പാവം ഒരു പെൺകുട്ടി, അവള് എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ള സമൂഹവും കോടതിയുടെ മുമ്പിലുള്ള കേസിന് അവര് വിലയിരുത്തട്ടെ. പക്ഷേ എന്നും ഞാനോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ ആളുകളോ അല്ല, ഇവര് തന്നെയാണ് ആ കുട്ടിയെ ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് സാറിനും ആ അഭിപ്രായം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ പറയൂ സർ. സർ നമസ്കാരം. എനിക്കിവിടെ 2 ചെറിയ വിയോജിപ്പുകളുണ്ട്. ഒന്ന്, ദീപ ജോസഫ് അവരുടെ ഒരു മാന്യതയിൽ കുട്ടികൾ എന്ന് പറയുന്നു. ഇവരാരും കുട്ടികളല്ല, മാരീഡ് ആയിട്ടുള്ള മെച്യൂർ ലേഡീസ് ആണ്. അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അഫ്കോഴ്സ് അവരൊക്കെ എൻ്റെ പ്രായത്തിലൊക്കെ വെച്ച് നോക്കി എനിക്ക് അവരെ കുട്ടികൾ എന്ന് വിളിക്കാവുന്ന പ്രായമുള്ള സ്ത്രീകളായിരിക്കും. പക്ഷെ അവര് സ്ത്രീകളാണ്, മെച്യൂർ ആയിട്ടുള്ള സ്ത്രീകളാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവര്. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 69 BNS. 69 BNS ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. 69 BNS വളരെ വ്യക്തമായിട്ട് പറയുന്നത്, whoever by deceitful means or by making promise to marry to a woman without any intention of fulfilling the same has sexual intercourse with her, such intercourse not amounting to the offense of rape shall be punished with imprisonment of either description for a term which may extend to 10 years and shall also be liable to fine. Deceitful means shall include inducement for or false promise of employment or promotion or marrying by suppressing identity. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? വ്യക്തമായി സർ, അതെ, കൃത്യമായിട്ടും സർ. ഇതിനകത്ത് സെക്ഷൻ 69 പറയുന്നത് such sexual intercourse not amounting to the offense of rape എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് ഉള്ള കാര്യം, ഇത് ടെക്നിക്കലി ഇത് പറയുമ്പോൾ ഒരു സ്ത്രീയെ മൊളസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ലേഡീസും പരാതിക്കാരും
അവരെ അതിജീവിതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കടന്ന കൈയാണ്. അത് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ കൺവിക്ട് ചെയ്താൽ അതിജീവിതകൾ എന്ന് നമുക്ക് പറയാം. അതുവരെ ഇവര് പരാതിക്കാരാണ്, കംപ്ലൈനൻസ് ആണ്. അവര് എല്ലാവരും മാരീഡ് വിമനാണ്. അതെ. അപ്പോൾ ഒരു മാരീഡ് വുമണിനെ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് കൊടുത്ത് വേറെ ഒരു പുരുഷൻ അവരെ പറ്റിച്ചു എന്ന് പറയുന്നത് ഒരു പരിഹാസ്യമാണ് സർ. സുഖമായിട്ടുള്ള കാര്യമല്ല. നിരവധി അഡ്വക്കേറ്റ് ദീപ ജോസഫിന് തന്നെ അറിയായിരിക്കും, നിരവധി ഹൈക്കോടതികളും നിരവധി കേസുകളിൽ സുപ്രീം കോടതിയും ഈ ലോസ് മെന്റ് ടു പ്രൊട്ടക്ട് വിമനെ വെപ്പണൈസ് ചെയ്യുന്നതിനെതിരെ നിശിതമായി ഇതുപോലത്തെ പരാതിക്കാരെ വിമർശിച്ച കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസിലും അതേ ഗതി തന്നെയാണ് ഈ കേസിനും അവസാനം വരാൻ സാധ്യതയുള്ളത്. പിന്നെ വി കനോട്ട് റൂൾ ഔട്ട് ദ പോസിബിലിറ്റി ഓഫ് ദി കംപ്ലൈനൻസ് വിത്ഡ്രോയിങ്. കാരണം ഇവർക്കെതിരെ വ്യാജപരാതി കൊടുത്തതിന് കേസൊക്കെ പിന്നീട് വന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പം എൽഡോസ് എന്ന് പറഞ്ഞ മുൻ MLA കേസിലെ പരാതിക്കാരി വിത്ഡ്രോ ചെയ്തു. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ആ കേസിലെ അതിജീവിത ഇപ്പൊ വ്യാജ പരാതിക്കാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ കേസിലെ അതിജീവിതന്മാര് നാളെ വ്യാജ പരാതിക്കാരായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അവരെ നമുക്ക് മാന്യമായി വിശേഷിപ്പിക്കാവുന്നത് പരാതിക്കാരെന്നാണ്. നമ്മൾ തമ്മിൽ നടത്തിയ ഒരു അഭിമുഖത്തിന് ശേഷം ഞാൻ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. അവരെ ഇതിനകത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവും അവരതിനകത്ത് പറഞ്ഞിട്ടില്ല. അവര് ഓഫ്കോഴ്സ് ഒരു ഷാർപ്പ് ക്രിറ്റിസിസം നടത്തിയിട്ട്, പക്ഷേ അവര് പറഞ്ഞത് അതിലെനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പൊ തന്നെ തരാനുള്ളത്, സരിൻ വളരെ മോശമായിട്ട് ഒരു പോസ്റ്റ് സരിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത് കൊണ്ട് ഞാനൊരു ദിവസം സരിനെ വിളിച്ചു. അപ്പൊ സരിനെ വിളിച്ചപ്പോ സരിൻ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, 2 ദിവസത്തിനകം നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉറപ്പായിട്ടും തന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴും സരിൻ എനിക്കെതിരെ FIR ഇടാനുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് പൊളിറ്റിക്കലി ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒന്ന് നിശബ്ദയാക്കാനും ഈ കേസിനപ്പം സുപ്രീം കോടതി വക്കീലിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തയാക്കുമ്പം ശബരിമല കേസും മറ്റു കേസുകളൊക്കെ അതിലൊന്നും മുങ്ങി താഴുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത കാര്യമാണ്. അപ്പൊ അതിലെനിക്ക് പോലീസിനോട് ചോദിക്കാനുള്ളത്, ഒരു FIR ഇടുന്ന സമയത്ത് കൃത്യമായിട്ടൊരു അന്വേഷണം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അവരെക്കെതിരെ FIR ഇടാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട്സും ഇല്ല. അവരെ ചാർജ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ് വെച്ചിട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് പറ്റില്ല. എല്ലാ സെക്ഷൻസും 7 വർഷത്തിന് താഴെ ആയതുകൊണ്ട് അവർക്ക് സ്റ്റേഷൻ ബെയിലിന് അർണേഷ് കുമാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് ഷീസ് എൻടൈറ്റിൽഡ് ടു സ്റ്റേഷൻ ബെയിൽ. അല്ലാതെ അവരെ അറസ്റ്റ് ചെയ്താൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ ലംഘനമായി. മാത്രമല്ല 7514 എന്ന് പറയുന്ന സെക്ഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ സെക്ഷൻ നിൽക്കത്തില്ല. ഒരു പുരുഷനെതിരെ മാത്രമേ 7514 ചാർജ് ചെയ്യാനൊക്കൂ. ഈ 7514 ആണ് മാധ്യമങ്ങൾ ഒരുപാട് ഹൈപ്പ് ചെയ്ത് കാണിച്ചത്. ആ 7514 ആർക്കെതിരെ ചാർജ് ചെയ്താലും, ഞാൻ രാഹുൽ ഈശ്വറിന്റെ കേസിലും പറഞ്ഞു, അത് സ്റ്റേഷൻ ജാമ്യത്തിന് എൻടൈറ്റിൽഡ് ആണ്. ഇതൊക്കെ നോൺ ബെയിലബിൾ എന്ന് BNS എഴുതി വെച്ചിരിക്കുന്ന 7 വർഷത്തിന് മുകളിൽ ശിക്ഷയല്ലാത്ത എല്ലാ കേസും അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ സുപ്രീം കോടതിയുടെ 2014 ജഡ്ജ്മെന്റോടുകൂടി സ്റ്റേഷൻ ബെയിലബിൾ ആയി, അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ മാത്രമേ അവരെ റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ച് അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ബെയിലിന് പോയി എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ബെയിലിനല്ല പോയത്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് പോയത് DK ബസു അറസ്റ്റ് ഗൈഡ് ലൈൻസും അർണേഷ് കുമാർ അറസ്റ്റ് ഗൈഡ് ലൈൻസും വിഹാൻ കുമാർ ജഡ്ജ്മെന്റിലെ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫേർണിഷ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസും ഒക്കെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് കേരള സ്റ്റേറ്റിൽ വ്യാപകമായി ലംഘിക്കുന്നു എന്ന് വിൽഫുൾ ആയിട്ട് വിത്ത് ഇംപ്യൂണിറ്റി കേരള പോലീസ് ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി കേസുകൾ എനിക്കറിയാവുന്ന. അപ്പൊ അത് കാരണം
ഒരു റിട്ടായിട്ട് അവർ പോയതാണ്. അതിനകത്ത് സുപ്രീം കോടതി കേസിന്റെ പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊന്നും ഹൈപ്പ് ചെയ്തും എക്സാജറേറ്റ് ചെയ്തൊക്കെ കാണിക്കാം. പക്ഷെ സുപ്രീം കോടതിയുടെ അതിൽ വിധിയുണ്ട്. വിധിയെ ജുറിസ്ഡിക്ഷനുള്ള ഹൈക്കോടതിയിലാണ് ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സുപ്രീം കോടതി കോർട്ട് ഫെൽറ്റ് കമ്പൽ ടു ക്ലാരിഫൈ ദാറ്റ് they are not going into the merits of the case. അത് എന്തുകൊണ്ട് why was the court constrained to clarify? Because the media was hyping some alleged observations made by the bench. ഉറപ്പായിട്ടും അങ്ങനെ പറഞ്ഞു ദീപ ജോസഫ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് മീഡിയ ഹൈപ്പ് ചെയ്യണം. പക്ഷെ ഇതിനെക്കുറിച്ച് മീഡിയ വളരെ കൺവീനിയന്റ്ലി സൈലന്റ് ആയി. സുപ്രീം കോടതി ആ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വി are clarifying that we are not going into the merits of the case. ഇത് ഹൈക്കോടതിയെ ജസ്റ്റ് ഒരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഈ മീഡിയ പറയൂ. ഇത്രയും അഗ്രസീവ് ആയിട്ട് എന്നോട് പെരുമാറുന്നതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നു അതിലെ രണ്ടാമത്തെ പ്രെയർ മീഡിയയ്ക്ക് ഒരു ഗൈഡ് ലൈനും ഒരു കൺട്രോളും വേണം എന്നുള്ളതായിരുന്നു എന്റെ രണ്ടാമത്തെ പ്രെയർ. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ മീഡിയാസ് കൂടുതലും പുറത്തുവിട്ട് നമ്മൾ കണ്ടത് ദീപ ജോസഫിന്റെ ഈ ഹർജി തള്ളി അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം തള്ളി അല്ല അതിജീവിതക്കെതിരെയുള്ള അത്തരത്തിൽ ഒരുപാട് മീഡിയ ഹൈപ്പ് ചെയ്തത് സാർ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ മാത്രമായിരുന്നു. അല്ലാണ്ട് എന്തിനാണ് കേസ് കൊടുത്തത്, എന്താണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഒരു മീഡിയയിലും വന്നിട്ടില്ല. അത് മാമായിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനഃപൂർവ്വം മുക്കി, അതെ, ആ ഒരു സെന്റൻസ് മുക്കി കേസ് തള്ളി എന്നുള്ളൊരു സെന്റൻസ് മാത്രം ഹൈപ്പ് ചെയ്തു. അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ റിട്ട് ഫയൽ ചെയ്ത സമയത്ത് പല മീഡിയയും, എനിക്കൊന്ന് മാതൃഭൂമി അടക്കമുള്ള പല മീഡിയയും പറഞ്ഞിരിക്കുന്നു ദീപ ജോസഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ എല്ലാ മീഡിയയും എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ട്. ഞാൻ എനിക്കൊന്നും പറയാനില്ല, കാരണം കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മാറ്ററിനെ തുറന്ന് നേരത്തെ ഈ മീഡിയയ്ക്ക് വിചാരണയ്ക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല. അതുപോലെ എന്റെ ലോയർ അഡ്വക്കേറ്റ് വിൽസ് മാത്യൂസ് അദ്ദേഹവും ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത് കൂട്ടായ ഒരു തീരുമാനമായിരുന്നു, ഇത് കോടതിയിൽ വന്നിട്ട് മാത്രം അതിന് ശേഷം മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷേ അതിനു മുമ്പ് തന്നെ മീഡിയ വിധിയും നടത്തി വിചാരണയും നടത്തി എന്നെ തൂക്കിക്കൊല്ലുകയും ചെയ്തു എന്നുള്ളൊരു സത്യമാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത് അതില്. ഉറപ്പായിട്ടും മാം.